എന്തായിരുന്നത്? ഐ ഇതൊക്കെ ഇട്ടല്ലോ ഈ സ്കോറ്. വെൽക്കം ബാക്ക് ടു എൻജോയ് ജെകെ. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് തമിഴിൽ നിന്നാണ്. ഇതിപ്പോ മൂവിയുടെ പേര് കറ എന്നാണ് അതിന്റെ ഒഫീഷ്യൽ ട്രീൽ. കറ എന്നാണോ കാര എന്നാണോ എന്താണെന്ന് അറിയില്ല, തമിഴിൽ എന്താ പ്രൊനൗൺസ് ചെയ്യുന്നുള്ള അറിയില്ല, പക്ഷെ KR ആണുള്ളത് അല്ലേ. ആൻഡ് പടത്തിന്റെ പേരും ആക്ടറിന്റെ പേരും സെയിം ആണെന്ന് തോന്നുന്നു. മെയിൻ അതായത് ഹീറോയുടെ പേരും സെയിം ആണെന്ന് തോന്നുന്നു. കാരണം അവര് ടൈറ്റിൽ റിവീൽ വീഡിയോ അങ്ങനെയാണ് പറഞ്ഞേക്കണേ അല്ലെ. ട്രെയിലർ അല്ല ടൈറ്റിൽ റിവീൽ വീഡിയോ അങ്ങനെ എന്താണ് പറഞ്ഞേക്കണേ. ശരിക്കും അറിയില്ല എന്താന്നുള്ളത്. ആൻഡ് ഇതിന്റെ മെയിൻ എടുത്ത് പറയുന്നത് ജയപ്രകാശാണ് മ്യൂസിക്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മലയാളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ സിനിമയിലുണ്ട്. മമിത ബൈജു ഉണ്ട്, പിന്നെ അതുപോലെ ജയറാമേട്ടൻ ഉണ്ട്, സുരാജ് വെഞ്ഞാറമൂട്, അങ്ങനെ കുറേ അധികം ആക്ടേഴ്സ് ഉള്ള ഒരു പടമാണ്. എനിക്ക് തോന്നുന്നു മമിത ബൈജുവിന് കുറേ അധികം മൂവീസ് ഉണ്ട് തോന്നുന്നുണ്ട് ഇപ്പൊ തമിഴില്. അതായത് ഇപ്പൊ നമ്മൾ ജനനായകനിൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് വന്നിട്ടില്ല. ഇതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ മറ്റേ പ്രദീപ് രംഗനാഥിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ധനുഷിന്റെ കൂടെയും. ധനുഷിന്റെ നമ്മൾ പറഞ്ഞ പേരില്ലാന്നല്ലേ, ധനുഷിന്റെ മൂവിയാണ് കേട്ടോ, അതെടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഇതിന്റെ ഡയറക്ടർ വിഘ്നേഷ് രാജയാണ്. ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ എടുത്തൊക്കെ മനസ്സിലായി. പോർത്തൊഴിൽ മൂവിയുടെ ഡയറക്ടറാണ്. അപ്പോൾ ആ സിനിമ കഴിഞ്ഞ് ഓൾമോസ്റ്റ് നല്ല ഗ്യാപ്പ് വന്നു അല്ലേ. ആ പടം ഗംഭീര ഹിറ്റായിരുന്നു. ആ പടം ഭയങ്കര, അതും നമ്മളെ പഴയ ആക്ടറിനെയും പിന്നെ അതുപോലെ വേറൊരാളും കൂടി ചേർത്ത്, അത് വലിയ മെയിൻ സ്റ്റാർസ് ഒന്നും ഉപയോഗിക്കാണ്ട് ഭയങ്കര ഹിറ്റായ, കാരണം കണ്ടന്റ് കൊണ്ട് ഹിറ്റായ മൂവിയാണത്. അപ്പം എന്തായാലും ധനുഷ് കണ്ടന്റ് മൂവിയിൽ വരുമ്പോൾ ഗംഭീരായിരിക്കും. കാണാം. റെഡി? പിന്നെ ഇതിനകത്ത് എനിക്കൊന്നും ഓവർ റിവീൽ ഉണ്ടാവില്ല, ടൈറ്റിൽ റിവീൽ അല്ലേ അല്ലേ, അങ്ങനെയല്ല അവർ പറഞ്ഞത്. ഇതൊരു മറ്റേ അസുരൻ വൈബൊക്കെ ഉണ്ട്, ലുക്ക്, മറ്റേ തലയിൽ കെട്ടൊക്കെ ലൊക്കേഷൻ. പക്ഷെ തോക്കുണ്ട് കയ്യിൽ, മറ്റേ കത്തിയാണോ അല്ലെ. കാല വ്യത്യാസം ഉണ്ടോ? റെഡി? സ്കോർ റൈറ്റർ ആൻഡ് ഡയറക്ടർ ഓഫ് കലയോ പാവമോ പുണ്യമോ, മനുഷ്യൻ എപ്പോഴും ഒരേ ലുക്കാണ്. അവൻ വിതച്ചത് അവൻ தான் അർത്ഥമാകുന്നു. ഓ എന്തായിരുന്നത്? நான் விதைச்சத அறுவடை பண்ற நேரம் வந்துருச்சு. ஆனா அதுக்கு முன்னாடி என் மேல படிச்ச கரையை துடைக்கணும். என்ன நம்பி கரை சேர்க்கணும். என் பேரு கரசாமி. ഓ അതും കരസാമി. ഓ ഇതൊക്കെ ഇട്ടല്ലോ ഈ സ്കോറ്. കമേഴ്ഷ്യൽ വന്നു അവിടെ അല്ലേ. என்ன கரைன்னு கூப்பிடுவாங்க. കരസ്വാമി, കര, മറ്റേതും കറ അല്ലേ. അർത്ഥം എല്ലാം സെയിം ആണ്. സമ്മർ തിയേറ്റർ, ഏപ്രിൽ. ധനുഷ് ഏകദേശം ഭയങ്കര വ്യത്യാസമായില്ല കാണാൻ വേണ്ടിട്ട് അല്ലേ, ലുക്ക് ഇല്ലേ. പെട്ടെന്ന് കാണുന്ന സമയത്ത് വേറെ ആരെയോ പോലെ തോന്നുന്നു. അതായത് പണ്ടത്തെ ധനുഷല്ല, അതായത് പണ്ട് നമുക്ക് അറിയാം എങ്ങനെയായിരുന്നുള്ളത്. ഇപ്പൊ ഏകദേശം നമ്മൾ ഇപ്പൊ പ്രദീപ് രംഗനാഥനെ കാണുന്ന പോലെയായിരുന്നു ഏകദേശം നമ്മൾ പണ്ടത്തെ ധനുഷിന്റെ ലുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഏകദേശം ധനുഷിന്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറി. ധനുഷ് വേറെ ധനുഷായി. അതായത് ഭയങ്കര മെച്ചുവേർഡ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വൺസ് അപ്പോൺ എ ടൈം ധനുഷിനെ കുറച്ചാൾക്ക് ഇഷ്ടമില്ലാത്തെന്ന് വെച്ചാൽ എവിടെയോ ഒരു വട്ടൊടിച്ച പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കുട്ടിത്തം ഭയങ്കരമായിട്ട് ഫേസിൽ ഉണ്ടാവും. നെക്സ്റ്റ് ഡോർ പയ്യെന്നുള്ളൊരു സംഭവം, അതില് കുറച്ച് മാസ് മാറ്റിയിട്ടാണ് നമ്മൾ അസുരൻ മൂവിയിലൊക്കെ വന്നത്. അതിൽ കുറച്ച് പ്രായമുള്ള ക്യാരക്ടറൊക്കെ അല്ലേ ചെയ്യുന്നത് അല്ലെ, അവരച്ഛൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനുശേഷം പിന്നെ ധനുഷിന്റെ മൂവി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അസുരൻ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് മുന്നേ ഏത് സിനിമ ചെയ്താലും പെർഫോമൻസിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് വെട്രിമാരൻ മൂവീസിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചേക്കണം ധനുഷ്. കാരണം ആ ഡയറക്ടർ ഇങ്ങനെ ആക്ടറിനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമുള്ള ആളുടെ പെർഫോമൻസ് തന്നെയായിരിക്കും. അപ്പൊ ഇതിനകത്ത് അത് തന്നെയാണ്. കാരണം കുറെ ആളുകളൊന്നും മമിതയൊന്നും കാണിച്ചില്ല അല്ലേ. ഒരു ഷോട്ടിൽ എന്തോ കണ്ട പോലെ തോന്നി എനിക്ക്. മമിത തന്നെയാണോന്ന് അറിയില്ല, അങ്ങനെ കാണിച്ചുള്ളൂ. ഇത് കൂടുതൽ എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് അതിന്റെ എൻഡിൽ പറയുന്നുണ്ടല്ലോ, എന്റെ പേര് കരസ്വാമിയാണ്, എന്നെ കരാന്ന് പറയും. ഏകദേശം ഒരു ക്യാരക്ടർ റിവീൽ പ്ലസ് ടൈറ്റിൽ റിവീൽ പോലെ തോന്നിയത് അല്ലെ. ക്യാരക്ടർ റിവീൽ പോലെ കൂടുതൽ തോന്നിയത്. അതാ പുള്ളിയുടെ ഒരു ക്യാരക്ടറിനെ കാണിച്ച് അല്ലെങ്കിൽ ഏകദേശം ഒരു കംപ്ലീറ്റ് ത്രില്ലർ മോഡാണ്, ഒരു റിവെഞ്ച്
ത്രില്ലിംഗ് മോഡ് സംഭവം കാണുന്നുണ്ട്. ഏകദേശം നമ്മൾ അസുരനിലൊക്കെ ഏകദേശം അങ്ങനെ ആയിരുന്നല്ലോ, ആ ഒരു റിവെഞ്ച് സംഭവമൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇതുപോലെ തന്നെ ഒരു റിവെഞ്ച് സംഭവം ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ആ ഒരു പഴമ നമ്മളറിയില്ലേ, ആ ഒരു ലൊക്കേഷൻ, ആ ഒരു അവരുടെ ആ ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ കാണുന്ന സമയത്ത് ഏകദേശം കുറെ അധികം മൂവീസ്, ഇപ്പൊ അസുരൻ മാത്രമല്ല മറ്റേ മൂവിയില്ലേ രാംചരന്റെ രംഗസ്ഥലം, അതിന്റെയൊക്കെ ഒരു വൈബ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ആ ഒരു ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്ന രീതി, ട്രെയിലർ അല്ല ആ ഒരു വീഡിയോ കട്ട് ചെയ്തിരിക്കുന്ന രീതി ഏകദേശം ഒരു ടീസർ എഫക്ട് തന്നിട്ടുണ്ടായിരുന്നു. കാരണം സ്റ്റോറി ഒന്നും കാണിച്ചില്ലെങ്കിലും ക്യാരക്ടർ റിവീൽ ആണെങ്കിലും അതിന്റെ ഇടക്കിടക്ക് പോസ്റ്റും ആ ഒരു സ്കോർ വരുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, പോസ് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് അവിടെ ഒരു സ്റ്റക്ക് ആവുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു എൻഡിലോട്ട് വരുന്ന സമയത്ത് ക്യാരക്ടറിന്റെ ഇൻട്രോ വരുമ്പോൾ ആ ഒരു സ്കോർ ജി പ്രകാശിന്റെ, നമ്മൾ ആർക്കറിയാം ധനുഷ് വരുന്ന സമയത്ത് ആ ജി പ്രകാശ് കോംബോ എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്ത കോംബോ ആണ്. അത് കറക്റ്റായിട്ട് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്രം ദ ഡയറക്ടർ ആൻഡ് റൈറ്റർ ഓഫ് പോർത്തുടിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു സ്പെഷ്യൽ ഇമ്പാക്റ്റ് ആണ്. എന്തൊക്കെയോ കുറെ പ്രതീക്ഷിക്കാനുണ്ട് ഈ സിനിമയുടെ അകത്ത് എന്നുള്ളത് അല്ലെ, അവിടെ ഒരു പ്രോമിസിങ് സാധനം കൂടി ഉണ്ട്, ഒന്നും പറയാനില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? കാണാം.